യു എയിൽ നമുക്ക് ഡിപ്പെൻഡൻറ്റ് വിസയിൽ വർക്ക് ചെയ്യാൻ കഴിയുമോ? അതാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഈ ഒരു വിഷയം എടുക്കാൻ പതിവ് പോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ ഒരാളുടെ കമൻറ്റാരനായിട്ട് എടുത്തിട്ടുള്ളത്. അദ്ദേഹം ചോദിച്ചിട്ടുള്ളത് ഈ ഒരു സംശയം തന്നെയാണ്. ഈ ഒരു കേസിനകത്ത് നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയും, വർക്ക് ചെയ്യാൻ നമുക്ക് പക്ഷെ എന്ത് വേണം, വർക്ക് പെർമിറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം വേണം. അത് നമുക്ക് എടുക്കേണ്ടത് MOHRE മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് എമറൈറ്റൈസേഷൻ്റെ ഭാഗത്ത് നമ്മൾ അങ്ങനൊരു വർക്ക് പെർമിറ്റ് അഥവാ ലേബർ പെർമിറ്റ് നമ്മൾ എടുക്കേണ്ടതുണ്ട്. അതെടുക്കേണ്ടത് നമ്മളല്ല, നമ്മുടെ എംപ്ലോയർ എടുക്കേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമുക്ക് ആദ്യം തന്നെ ഡിപ്പെൻഡൻറ്റ് വിസ എന്താണെന്ന് പറയാം. ഡിപ്പെൻഡൻറ്റ് വിസ എന്ന് പറയുന്നത് നമ്മൾ UAE ഒരു 4,000 ദിർഹംസ് സാലറി, അതല്ലെങ്കിൽ 3,000 പ്ലസ് അക്കോമഡേഷൻ സാലറി ഉള്ള ഒരാളുകൾക്ക് അവരുടെ സ്പൗസിനെ, അതായത് ഇപ്പോൾ ഭാര്യയാണെങ്കിൽ ഭർത്താവിനെ, അല്ലെങ്കിൽ ഭർത്താവാണെങ്കിൽ ഭാര്യയെ സ്പോൺസർ ചെയ്യാൻ കഴിയും. ഇനി അവർക്ക് മക്കളുണ്ടെങ്കിൽ ആ മക്കളെയും നമുക്ക് സ്പോൺസർ ചെയ്യാൻ കഴിയും. അപ്പോൾ അവരിൽ ഈ പറയുന്ന അവരൊക്കെ നമ്മുടെ ഡിപ്പെൻഡൻ്റ് ആണ്. ഇപ്പോൾ ഞാനാണ് സ്പോൺസറെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും എൻ്റെ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഇവർക്ക് ആർക്കെങ്കിലും വർക്ക് ചെയ്യണമെങ്കിൽ അതിന് സാധ്യമാണ്. അവർക്ക് ഒരു കമ്പനിയിൽ ജോലി കിട്ടി എന്ന് കരുതുക. അപ്പോൾ ആ കമ്പനിയുടെ റെസ്പോൺസിബിലിറ്റിയാണ് അവർക്ക് വർക്ക് പെർമിറ്റ് എടുത്തു കൊടുക്കുക എന്ന് പറയുന്നത്. MOHRE വഴി നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിന് അപ്ലൈ ചെയ്യണമെങ്കിൽ അവർക്ക് ചില ക്രൈറ്റീരിയാസ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ സ്പോൺസറുടെ അഥവാ എൻ്റെ കയ്യിൽ നിന്നൊരു NOC വാങ്ങിക്കണം. എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ മകൾ നമുക്ക് ഈ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നതിൽ എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ NOC എഴുതി കൊടുക്കേണ്ടതുണ്ട്. കുട്ടികളുടെ കേസിനകത്ത് ഞാനൊരു കാര്യം പ്രത്യേകം എടുത്ത് പറയാൻ മറന്നുപോയി. നമുക്ക് ആ കുട്ടികൾ 18 വയസ്സിന് മുകളിലുള്ളവർക്കാണ് ഈ വർക്ക് പെർമിറ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അത് ആ ഒരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. അപ്പോൾ ഈ NOC അതുകൂടാതെ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ആളുടെ പാസ്പോർട്ടും വിസയും 6 മാസം വാലിഡിറ്റി എങ്കിലും മിനിമം ഉള്ളതായിരിക്കണം. അതുകൂടാതെ അവരുടെ ഒരു ഫോട്ടോഗ്രാഫ്, പിന്നെ എമിറേറ്റ്സ് ID, അതുകൂടാതെ സ്പോൺസറുടെയും പാസ്പോർട്ടും അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫും. ഇത്തരം ഡോക്യുമെൻ്റ് വെച്ചിട്ട് അവർക്ക് നമ്മുടെ കമ്പനിയുടെ എംപ്ലോയറാണ് എടുക്കേണ്ടത്. പ്രത്യേകം ഓർക്കുക, എപ്പോഴും വർക്ക് പെർമിറ്റ് എന്ന് പറയുന്നത് UAE നിയമപ്രകാരം ആർട്ടിക്കിൾ 6 അനുസരിച്ചിട്ട് എംപ്ലോയർ അഥവാ കമ്പനി ഉടമ, ജോലി ഉടമ, തൊഴിലുടമ അവരാണ് ഇതിൻ്റെ മുഴുവൻ ഫീസും എല്ലാം ബെയർ ചെയ്യേണ്ടത്. അപ്പോൾ അവരത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് വേറെ ഒബ്ജക്ഷൻ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ആ പേപ്പർ അവിടെ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് കിട്ടുന്നതാണ്. ആ രീതിയിൽ കിട്ടിയ പേപ്പർ നമുക്ക് 2-3 ടൈപ്പിലെടുക്കാം. ഒന്ന് ഷോർട്ട് ടേം വർക്ക് പെർമിറ്റ് ഉണ്ട്, 6 മാസം വാലിഡിറ്റി ഉള്ളത്. പിന്നെ ലോങ് ടേം 1 ഇയറിൻ്റെ 2 ഇയറിൻ്റെ ആയിട്ടുള്ള വർക്ക് പെർമിറ്റുകളുണ്ട്. കാലാവധി കഴിയുമ്പോൾ അത് എക്സ്പയർ ആകും. അപ്പോൾ നമുക്ക് റിന്യൂ ചെയ്യേണ്ടതായിട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ കൂടെ ഉണ്ട്. ഇനി ഇങ്ങനെ വർക്ക് പെർമിറ്റ് ഇല്ലാതെ ചിലരെങ്കിലും വർക്ക് ചെയ്യാറുണ്ട്. UAE കാര്യത്തിൽ ഒരു കാരണവശാലും നമ്മളങ്ങനെ ചെയ്യരുത്. UAE നമുക്ക് വർക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ വർക്ക് പെർമിറ്റ് മസ്റ്റാണ്. ടൂറിസ്റ്റ് വിസയിൽ വർക്ക് ചെയ്യാൻ കഴിയില്ല, ഡിപ്പെൻഡൻറ്റ് വിസയിലും വർക്ക് പെർമിറ്റ് ഇല്ലാതെ വർക്ക് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചെക്കിങ്ങിൻ്റെ ഇടയിൽ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ ഫൈൻ കിട്ടുന്നുണ്ട്. എംപ്ലോയർക്ക് 50,000 ദിർഹംസിൻ്റെ മുകളിൽ ഫൈൻ കിട്ടുന്നുണ്ട്. ജയിൽ ശിക്ഷ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ജയിൽ ശിക്ഷ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഈ പിടിക്കപ്പെടുന്ന ആൾക്ക് ഡീപ്പോർട്ടേഷൻ വരെ കിട്ടാവുന്നതാണ്. അതായത് അവിടെ നിന്ന് തിരിച്ചു പോകേണ്ടതായിട്ട് വരും forever. അത് പല ടൈപ്പിലുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് ഇവിടെ പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡിപ്പെൻഡൻറ്റ് വിസയിലാണ് നിൽക്കുന്നതെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ വർക്ക് പെർമിറ്റ് എടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് സുഖമായിട്ട് വർക്ക് ചെയ്യാം. കുറച്ചും കൂടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ജോബ് കിട്ടാനുള്ള ഒരു ഓപ്ഷൻ കൂടിയാണ് ഡിപ്പെൻഡൻറ്റ് വിസയിലാണെങ്കിൽ. കാര്യം കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വിസയ്ക്ക് വേണ്ടിയിട്ടുള്ള എക്സ്ട്രാ ചിലവ് ഇല്ലാതെയാണ് അത് ചെല്ലുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ഈസിയാണ് ഡിപ്പെൻഡൻറ്റ് വിസയിലാണ് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ. പക്ഷേ ദയവ് ചെയ്തിട്ട് വർക്ക് പെർമിറ്റ് എടുത്ത ശേഷം മാത്രം വർക്ക് ചെയ്യുക. വീണ്ടും ഇത്തരത്തിലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.